ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കൂലി എന്ന ചിത്രം ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്നത് ഈ സിനിമയുടെ കഥ അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കഥയിൽ ഒരുപാട് ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നെല്ലാമാണ്. സോ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതും ഇങ്ങനെ ഈ സിനിമയിൽ വന്നിട്ടുള്ള വലിയ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഉത്തരമില്ലാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു റീസൺ അവർ തരാതെ പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ചിത്രം തിയേറ്ററിൽ നിന്ന് ഒരു വട്ടം കണ്ടതിന്റെ ഓർമ്മ വെച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ തിരുത്താവുന്നതാണ്. കൂടാതെ ചിത്രം റിലീസായിട്ടേ ഉള്ളൂ എന്നതുകൊണ്ട് തുടർന്നുള്ള വീഡിയോ തീർച്ചയായിട്ടും ചിത്രം കണ്ടിട്ടുള്ളവർ മാത്രം കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്നാമത്തേത്, സിനിമയുടെ പോസ്റ്ററിലും ടീസറിലും എല്ലാം കാണിച്ചിരിക്കുന്ന ആ വാച്ചുകൾക്ക് എന്തിനായിരുന്നു ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്നതാണ്. സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ആ ചിത്രത്തിൽ ഈ ഒരു വാച്ചിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടേ ഇല്ല. പകരം സൈമൺ എന്ന നാഗാർജുനയുടെ ക്യാരക്ടർ ആ ഒരു പോർട്ടിലേക്ക് കൂലിക്കായി ആളുകളെ കൊണ്ടുവരികയും പിന്നീട് അവരെ കൊന്ന് അവരുടെ അവയവങ്ങളും മറ്റും എടുത്ത് വിറ്റ് അതിലൂടെ കാശ് സമ്പാദിക്കുകയും അങ്ങനെ ലക്ഷോറിയസ് ആയിട്ടുള്ള കോടികൾ വിലമതിക്കുന്ന വാച്ചുകൾ നിർമ്മിക്കുന്നതായിട്ടും അതിന്റെ കച്ചവടം മറ്റും നടത്തുന്നതായിട്ടും എല്ലാമാണ് കാണിക്കുന്നത്. സോ ഈ കാര്യം ഓക്കെയാണ്. പിന്നീട് സിനിമയുടെ ഏറ്റവും ഒടുവിൽ രജനികാന്ത് അത്തരം വാച്ചുകൾ ഉപയോഗിച്ച് തന്നെ നാഗാർജുനയുടെ ക്യാരക്ടറിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതല്ലാതെ നോക്കിയാൽ രജനികാന്തിന്റെ ദേവ എന്ന ക്യാരക്ടർ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഈ വാച്ച് തേടിയോ അതെല്ലാം നശിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് തേടിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടോ ഒന്നുമല്ല. പകരം തന്റെ സുഹൃത്തിന്റെ മരണം അന്വേഷിച്ചു വരുമ്പോൾ അവിടെയുള്ള കൂലികളെ സൈമൺ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയെല്ലാം അതിന്റെ പ്രതികാരം നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അല്ലാതെ ഈ ഒരു വാച്ച് തേടി വരുന്നതായിട്ടോ ആ ഒരു വാച്ചിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടോ ഒന്നും ചിത്രത്തിൽ കാണിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് അങ്ങനെയുള്ള വാച്ചുകളുടെയും മറ്റും ദൃശ്യങ്ങൾ രജനികാന്തിന്റെയും മറ്റും പോസ്റ്ററുകൾ ഉൾപ്പെടുത്തി ഇത്രയും വലിയ ഹൈപ്പ് ആ ഒരു കാര്യത്തിന് കൊടുത്തതെന്നതിന് ഒരു ഉത്തരമില്ല. ഇത് ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുന്നേ ആ ചിത്രത്തിൽ ക്യാമിയോ റോളിൽ വരുന്ന ആൾക്കാരെ വെച്ചുകൊണ്ട് ചിത്രത്തിന് വലിയ ഹൈപ്പ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ 2-3 സീനുകളിൽ മാത്രം ഒരു ഗസ്റ്റ് റോളിൽ വന്നിരുന്ന വാച്ചിനെ വെച്ചുകൊണ്ടാണ് പോസ്റ്ററിലൂടെയും മറ്റും അവർ ഹൈപ്പ് കൊടുക്കാനേ ശ്രമിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ ആ വാച്ചിന്റെ കാര്യം പോലെ തന്നെ ഈ ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ഹിറ്റായതായിരുന്നു പവർ ഹൗസ് എന്ന സോങ്ങും ആ പവർ ഹൗസ് എന്ന വാക്കും. ഇതുപോലെ തന്നെ ലിയോ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ബ്ലഡി സ്വീറ്റ് എന്നൊരു വാചകം ഒരു ടീസറിലൂടെയും മറ്റും പുറത്തുവിട്ടിരുന്നു. എന്നാൽ സിനിമ കണ്ടതിന് ശേഷം ആ ഒരു വാചകത്തിന് എത്രമാത്രം സിനിമയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. വിജയുടെ ലിയോ എന്ന ക്യാരക്ടർ ഒരേ സമയം ഒരുപാട് വയലൻസ് ഉള്ളയാളും എന്നാൽ അതേ സമയം തന്നെ ഭാര്യയുടെയും മക്കളുടെയും മറ്റുള്ളവരുടെയും എല്ലാം മുന്നിൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരാളായിട്ടുമാണ് വരുന്നത്. അത്തരത്തിൽ വയലൻസ് എല്ലാം ഉള്ളയാളാണെന്നും ഈ സ്വീറ്റിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു കോഫി ഷോപ്പ് എല്ലാം അയാൾ നടത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ അയാളുടെ ആ ഒരു ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ് ബ്ലഡി സ്വീറ്റ് എന്നൊരു വാചകം തന്നെ ചിത്രത്തിൽ ഉപയോഗിച്ചത്. അതവിടെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ഇവിടെ ഈ പവർ ഹൗസിലേക്ക് വരുന്ന സമയത്ത് സിനിമയിലെ വെറുമൊരു മദ്യക്കുപ്പിയുടെ പേര് പോലെയാണ് ഈ പവർ ഹൗസിനെ കാണിച്ചിരിക്കുന്നത്. സത്യരാജിന്റെ ക്യാരക്ടർ താൻ മരണപ്പെടുന്ന സമയത്ത് മറ്റൊരാൾ തേടി വരുമെന്ന് പറയുമ്പോൾ ദയാൽ അവൻ എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ എന്ത് പറയണം എന്ന് ചോദിക്കുമ്പോൾ പവർ ഹൗസ് എന്ന വാക്ക് പറയണമെന്നാണ് കാണിക്കുന്നത്. സോ ആ സമയം ഈ പവർ ഹൗസ് എന്നത് രജനികാന്തിന്റെ മുൻകാലങ്ങളെ പറ്റി ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അയാൾക്ക് ഒരു പവർ കിട്ടുന്നത് പോലെയോ എന്തോ ഒരു വലിയ കാര്യത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലോ എല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് ഈ പവർ ഹൗസ് എന്ന് പറയുന്നത് ഒരു മദ്യക്കുപ്പിയാണ്. രജനികാന്തിന്റെ ദേവ എന്ന ക്യാരക്ടർ ഈ വയലൻസ് എല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മദ്യപാനമെല്ലാം നിർത്തുന്നതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ആ ഒരു മദ്യത്തിന്റെ പേരാണ് ഈ പവർ ഹൗസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യം കുടിച്ചതിന് ശേഷമാണ് അയാൾക്ക് ഇത്രയും പവർ കിട്ടുന്നതെന്നോ വയലൻസിലേക്ക് വരുന്നതെന്നോ എന്നൊന്നും ചിത്രത്തിൽ കാണിച്ചിട്ടില്ല. അതിനു മുന്നേ തന്നെ ആ ഹോസ്റ്റൽ ഫൈറ്റ് സീനിലും മറ്റും ഇയാൾ അത്രയും വയലൻസ് ഉള്ള ആളാണെന്ന് കാണിച്ചിരുന്നതാണ്. സോ പിന്നെ എന്തിനാണ് ഈ ഒരു പവർ ഹൗസ് എന്ന വാക്ക് ആ ഒരു വാച്ചിന്റെ കാര്യം പോലെ തന്നെ ഇത്രയും വളരെ ഹൈപ്പോടുകൂടി ഒരു സോങ് ആയിട്ടെല്ലാം റിലീസ് ആക്കിയതെന്നും എന്തിനായിരുന്നു അതിലൂടെ ഒരു ഹൈപ്പ് കൊടുക്കാനെല്ലാം ശ്രമിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ആ ഒരു മദ്യക്കുപ്പിയുടെ പേര് ഈ പവർ ഹൗസ് എന്നതിന് പകരം ജവാൻ എന്നോ സൽസയെന്നോ മറ്റോ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു സോങ്ങും ബിജിഎമ്മും നമ്മൾ കാണേണ്ടി കൂടി വന്നേനെ. മൂന്നാമത്തത് ശ്രുതി ഹാസന്റെ ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിന് ദേവേന്ന രജനികാന്തിന്റെ ക്യാരക്ടറിനോട് വലിയ ദേഷ്യമുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ആ ദേഷ്യത്തിന്റെ കാരണം എന്താണെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. തന്റെ അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് താൻ ദേഷ്യപ്പെടുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അച്ഛൻ എന്ന് പറയുന്ന സത്യരാജിന്റെ ക്യാരക്ടറിന് ദേവയോട് ദേഷ്യമുണ്ടായിരുന്നത് ദേവയുടെ മദ്യപാനവും വയലൻസും എല്ലാമാണ്. എന്നാൽ ഈ സത്യരാജ് പറഞ്ഞിട്ട് തന്നെ ദേവ എന്ന ക്യാരക്ടർ ഈ മദ്യപാനമെല്ലാം നിർത്തി വളരെ മാന്യനായി ഒരു ദേവാമാനുഷനൊക്കെ നടത്തി ജീവിച്ചു വരികയുമാണ്. സോ പിന്നെ ഈ ഒരു സത്യരാജിന്റെ ക്യാരക്ടറിന് ദേവയോട് ദേഷ്യമുണ്ടാകേണ്ട കാര്യമില്ല.
ഇനി ഈ മദ്യപാനം തന്നെയായിരുന്നു പ്രശ്നമെങ്കിലും ആ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ദേവ അവിടെ വരുമ്പോൾ മകൾ ഇത്രയും ഓവർ റിയാക്ട് ചെയ്തുകൊണ്ട് ദേവയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ആ പൂമാലയൊക്കെ എടുത്തെറിയുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. അത്രയും ഓവറായി റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നും ദേവ ഇവരോട് ചെയ്തിട്ടുമില്ല. നാലും ഇതിനോട് കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഈ ശ്രുതിഹാസന്റെ ക്യാരക്ടർ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ 29 വയസ്സായെന്ന്. സത്യരാജിന്റെ ക്യാരക്ടർ ദേവയെ കൊണ്ട് സത്യം ചെയ്യിച്ച് ആ തെറ്റുകളിൽ നിന്നെല്ലാം, വയലൻസിൽ നിന്നും മദ്യപാനത്തിൽ നിന്നുമെല്ലാം മാറ്റിയെടുക്കുന്ന സമയം ഏകദേശം 30 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. സോ 2025 പ്രസന്റിലെ കഥ നടക്കുന്നതെന്ന് വെച്ച് നോക്കിയാൽ 1995 ദേവ മദ്യപാനവും വയലൻസും എല്ലാം ഉപേക്ഷിച്ച് നല്ലൊരു മനുഷ്യനായി മാറിയത്. ശ്രുതിഹാസൻ പറഞ്ഞതനുസരിച്ച് 1996 ശ്രുതിഹാസന്റെ ക്യാരക്ടർ ജനിച്ചിരിക്കുന്നത്. അതായത് ദേവ മദ്യപാനവും വയലൻസും എല്ലാം നിർത്തിയതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് മകൾ ജനിച്ചിരിക്കുന്നത്. സോ മദ്യപാനത്തിന്റെയും വയലൻസിന്റെയും എല്ലാം ഇടയിലുള്ള ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു മകൾ ജനിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ അയാൾ അത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ കാര്യം മനസ്സിലാക്കിയിട്ടില്ല എന്നെല്ലാം പറയുന്നത് ഓക്കെ. എന്നാൽ എല്ലാം നിർത്തി ഡീസന്റായി സത്യരാജിന്റെ പെങ്ങളെയും കെട്ടി ജീവിക്കുന്ന സമയത്ത് 1 വർഷം കഴിഞ്ഞ് ഒരു മകൾ ജനിക്കുമ്പോൾ അത് താൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എത്തരത്തിലുള്ള ലോജിക്കാണെന്നും മനസ്സിലാകുന്നില്ല. അഞ്ചാമത്തത്, എങ്ങനെയാണ് സൗബിന്റെ ദയാൽ എന്ന ക്യാരക്ടർ സൈമന്റെ അത്രയും വലിയ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്? സിനിമയിൽ അതിന് ലോജിക്കായി പറയുന്നത് അത്തരത്തിലുള്ള ഇടിയും മിന്നലെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ നിന്നുപോയിട്ടുള്ള ഹാർട്ട് തിരിച്ച് സ്റ്റാർട്ടാകാം എന്നാണ് പറയുന്നത്. അതൊക്കെ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, പക്ഷെ അതല്ല കുഴപ്പം. സൈമൺ ഇവിടെ ദയാലിനെ കൊല്ലാനായി നോക്കുന്നത് തലയ്ക്ക് ചുറ്റി വെച്ച് അടിച്ചുകൊണ്ടാണ്. അത് ഒരടിയൊന്നുമല്ല, നിരന്തരമായി ക്രൂരമായി അടിച്ചു കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? താൻ അവനെ അടിച്ചു കൊല്ലുന്നതിന് മുന്നേ ആ 2 കോടിയുടെ ബോർഡ് ആരെടുത്തു കൊണ്ടുവരുന്നോ അവൻ ആ 2 കോടി കിട്ടും എന്നെല്ലാം പറയുന്നുണ്ട്. സോ അത്രയും ക്രൂരമായിട്ട് ദയാൽ എന്ന ക്യാരക്ടറിനെ തല്ലി കൊല്ലാനായിട്ടാണ് സൈമൺ ശ്രമിക്കുന്നത്. സോ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരാളുടെ ഹൃദയം റീസ്റ്റാർട്ടായി എന്ന് പറഞ്ഞാൽ പോലും തലയോട്ടി പൊട്ടി തലച്ചോറ് ചതഞ്ഞു പോകേണ്ട അവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് അയാൾ ഒരു കുഴപ്പവുമില്ലാതെ ആ മണ്ണിട്ട് മൂടിയ കുഴിയിൽ നിന്നും ശ്വാസം എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നതായും അതിനുശേഷം കൂളായി സംസാരിക്കാൻ തുടങ്ങുന്നതായും കാണിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. കൂടാതെ സൈമൺ ദയാലിനെ ഇത്രയും ക്രൂരമായി കൊല്ലാൻ ശ്രമിക്കുന്നത് പകൽ സമയത്താണ്. എന്നാൽ ദേവ ആ ബോഡി അടക്കം ചെയ്യാൻ കൊണ്ടുപോകുന്നതാകട്ടെ രാത്രി സമയത്തും. സോ ഇത്രയും നേരം കഴിഞ്ഞിട്ടും അയാൾ മരിക്കുന്നില്ല എന്നാണെങ്കിൽ എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ആറാമത്തത്, മോണിക്ക എന്ന സോങ്. ഈ ചിത്രത്തിലെ ഏറ്റവും അനാവശ്യമായി തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. ലോകേഷിന്റെ മുൻ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അത് മാനഗരമാണെങ്കിലും കൈദിയാണെങ്കിലും വിക്രമാണെങ്കിലും ലിയോയാണെങ്കിലും ഒരു ചിത്രത്തിലും അനാവശ്യമായി ഒരു പാട്ട് വന്നതായി തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ചിത്രത്തിലും ഇങ്ങനെ ഒരു ഐറ്റം സോങ് കുത്തിക്കയറ്റിയതായി തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബന്ധവുമില്ലാത്ത ഒരു സീനിന്റെ ഇടയ്ക്ക് ദയാൽ വളരെ ദേഷ്യപ്പെട്ട് ഒരാളെ കൊല്ലാനായി പോവുകയും പെട്ടെന്ന് പൂജ ഹെഗ്ഡെയുടെ മോണിക്ക എന്ന ക്യാരക്ടറിനെ കണ്ടുകൊണ്ട് ആ ദേഷ്യമെല്ലാം മാറ്റി വളരെ കൂളായി ഡാൻസ് എല്ലാം കളിച്ചു നടക്കുകയും പിന്നീട് ആ സോങ്ങിന് ശേഷം വീണ്ടും അയാളെ കൊല്ലാനും പോകുന്നു. മോണിക്കയെ പിന്നീട് ചിത്രത്തിൽ എവിടെയും കാണിക്കുന്നുമില്ല. സോ ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരു സോങ് എന്തിനാണ് ലോകേഷ് തൻ്റെ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ പൂജയെ ഈ ചിത്രത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കാം എന്ന് പൂജയുടെ പേരിൽ ആരെങ്കിലും നേർച്ച നടത്തിയത് കൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചു പോയത്. 7, സിനിമയിൽ പോലീസ് എവിടെ, കേസന്വേഷണം എവിടെ? ചിത്രത്തിൽ പോലീസുകാരായി കാണിക്കുന്നത് സൈമന്റെ സ്ഥലത്തേക്ക് നുഴഞ്ഞു കയറി വരുന്ന 2-3 പോലീസുകാരെയാണ്. അതല്ലാതെ ദയാലും കാമുകിയും ട്രെയിനിങ് നടത്തിയിട്ടുള്ള ആ സ്ഥലത്തെ പോലീസുകാരെയും കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതല്ലാതെ ഇത്രയും കൂലികൾ അവിടെ വന്നുകൊണ്ട് അവരുടെ ബോഡി കിട്ടുന്നില്ലെങ്കിലും അവർ മിസ്സായിട്ടും അതിനെക്കുറിച്ച് ഒരു കേസ് അന്വേഷണം എവിടെയും നടക്കുന്നതായിട്ടേ കാണിച്ചിട്ടില്ല. ഇതല്ലാതെയും ചിത്രത്തിൽ ഒരുപാട് വയലൻസ് രംഗങ്ങളും മറ്റും നടന്നിട്ട് ഒരു ട്രെയിനിൽ അത്രയും ക്രൂരമായി ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടും എന്തിന് റോഡിൽ ഒരു ആക്സിഡന്റ് നടത്തി ദയാൽ അവരെ പിടിക്കാൻ ശ്രമിച്ചിട്ട് പോലും പേരിന് ഒരു ട്രാഫിക് പോലീസുകാരൻ പോലും അവിടേക്ക് വരുന്നതായി കാണിച്ചിട്ടില്ല. ഇനി സൈമന്റെ അധീനതയിലാണ് ഈ പോലീസുകാർ എല്ലാം എന്ന് കരുതുകയാണെങ്കിൽ എങ്കിൽ പിന്നെ സൈമൺ ഇത്രയും പാടുപെട്ട് അവരെ ഇരുത്തി ചാരമാക്കുന്ന മിഷൻ കണ്ടുപിടിക്കാൻ സത്യരാജിന്റെ പുറകെയൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ആ ബോഡി പോലീസുകാരുടെ സഹായത്തോടു കൂടി തന്നെ ഇയാൾക്ക് മറവ് ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റൊന്ന്, സൗബിന്റെ ദയാൽ എന്ന ക്യാരക്ടറും കാമുകയും കേരളത്തിലെ തൃശ്ശൂരിലെ മറ്റോ ഒരു പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ഉള്ളതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ സൗബിന്റെ ദയാൽ എന്ന ക്യാരക്ടർ മലയാളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അയാൾ മലയാളം സംസാരിക്കുന്നതായി കാണിക്കുന്നുമുണ്ട്. കാമുകിയുടെ പേര് കല്യാണിയാണെന്ന് തോന്നുന്നു. ആ ക്യാരക്ടർ മലയാളം എടുത്തു പറയുന്നതായിട്ട് കാണിച്ചതായി ഓർക്കുന്നില്ല. എന്നിരുന്നാലും അച്ഛനെ അമ്മയും അപ്പ അമ്മ എന്ന് തമിഴിൽ പറയുന്നതിന് പകരം
അച്ഛൻ അമ്മ എന്ന് പലപ്പോഴും പറയുന്നതായി കാണിച്ചിട്ടുണ്ട്. അതിലൂടെ ഈ രണ്ട് ക്യാരക്ടറുകളും മലയാളികളായിരുന്നുവെന്നും രണ്ടുപേർക്കും മലയാളം അറിയാമെന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ രണ്ടുപേർ മലയാളി ആയിരുന്നിട്ടും അവർ രണ്ടുപേരും മാത്രമുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ മറ്റുള്ളവർ കേൾക്കാതെ ഒളിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവർ എന്തിനാണ് തമിഴിൽ സംസാരിക്കുന്നത്? മറ്റാരെങ്കിലും ആ സമയത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി, മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി മറ്റൊരു ഭാഷയിൽ സംസാരിച്ചതാണെന്ന് കാണിച്ചാൽ കുഴപ്പമില്ല. എന്നാൽ ഇവർ രണ്ടുപേരും മാത്രം പതുങ്ങിയിരുന്ന് സംസാരിക്കുന്ന സമയത്താണ്, അതും കേരളത്തിൽ വെച്ച് മലയാളികളായിട്ടുള്ള രണ്ടുപേർ തമിഴ് സംസാരിക്കുന്നതായി കാണിക്കുന്നത്. പിന്നെ അവസാനമായി തോന്നിയ കാര്യം, എന്തിനാണ് ഈ അമീർ ഖാനെയും ബാബുരാജിനെയും നാഗാർജുനെയും എല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കോമാളികളാക്കിയത്? ട്രെയിലറും പോസ്റ്ററും എല്ലാം കാണുന്ന സമയത്ത് ഈ കഥാപാത്രങ്ങൾ കൊടൂര വില്ലന്മാരാകും എന്നെല്ലാമാണ് നമ്മൾ കരുതുന്നത്. നാഗാർജുനയ്ക്ക് ഷൈൻ ചെയ്യാനുള്ള കുറച്ച് സീനെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും ഓവറോൾ നോക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിനെ എപ്പോഴും മദ്യപിച്ച് നടക്കുന്ന ഒരു വയ്യാത്ത ആളായിട്ടാണ് കാണിക്കുന്നത്. അമീർ ഖാന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് അങ്ങോട്ടേ കൊണ്ടുവരികയും പിന്നീട് തുടർന്ന് അങ്ങോട്ട് ബീഡിയെല്ലാം തേടിപ്പോകുന്ന ഒരു കോമാളിയാക്കി കളയുകയാണ്. ബാബുരാജിന്റെ കാര്യമാണെങ്കിൽ ഒരു ഡയലോഗ് പോലും ഇല്ലാതെ അടിയും പിടിയും കൊള്ളാൻ വേണ്ടി മാത്രം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വണ്ടി പിടിച്ച് പോയതുപോലെയാണ് തോന്നിയത്. സോ ഇങ്ങനെയുള്ള വേഷങ്ങൾ കൊടുക്കാനായിരുന്നെങ്കിൽ പിന്നെ മറ്റുള്ള നാട്ടിൽ നിന്ന് ഇത്രയും ഹൈപ്പ് കൊടുത്ത് പല നടന്മാരെയും കൊണ്ടുവരേണ്ട ആവശ്യം എന്തായിരുന്നു? ലോകേഷിന് തന്നെ വിക്രം, കൈദി തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം വില്ലന്മാർ ഇത്രയും പോപ്പുലർ ആയത് അവർ മറ്റു നാട്ടിലുള്ള നടന്മാരായിട്ടല്ല, പകരം ആ ക്യാരക്ടറിനെ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന രീതിയും അതിൽ അഭിനയിച്ചവരുടെ കഴിവും കൊണ്ട് മാത്രമാണ്. സോ പിന്നെ എന്തുകൊണ്ടാണ് ലോകേഷ് അത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യാതെ അനാവശ്യമായി കോമാളി കളിക്കാൻ വേണ്ടി പല നടന്മാരെയും കൊണ്ടുവന്നതെന്നതിനും ഉത്തരമില്ല. സോ ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ കൂലി എന്ന ചിത്രം കണ്ടതിന് ശേഷം ലോജിക്ക് ഇല്ലാതെ പോയിട്ടുള്ള, ഉത്തരം തരാതെ പോയിട്ടുള്ള കാര്യങ്ങളായി എനിക്ക് തോന്നിയത്. സോ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ലോജിക്കും ഉത്തരവുമെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താം. ഇനി ഇതല്ല, ഈ ചിത്രത്തിൽ ഇനിയും ലോജിക്കില്ലാത്ത, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താം. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.